ഹലോ, നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. മഴയോടുകൂടിയാണ് എഴുന്നേറ്റത്. കുറച്ച് ലേറ്റായി എഴുന്നേക്കാനായിട്ട്. കാരണം ഫുള്ള് ഇപ്പോൾ എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ലേറ്റായാലും കുഴപ്പമില്ല, നമുക്ക് പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട്. അപ്പോൾ നമുക്ക് മാവൊക്കെ ഇരിക്കുന്നുള്ളത് കൊണ്ട് പിന്നെ പണികളൊക്കെ ഈസിയാണ് കേട്ടോ. രാവിലെ ഇന്ന് ഇഡ്ഡലിയാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഡ്ഡലി വെച്ചിട്ടുണ്ട്. പിന്നെ ചമ്മന്തി ആണ് കേട്ടോ അതിന് കൂട്ടത്തിൽ കഴിക്കാനായിട്ട് എടുത്തത്. നമ്മുടെ വെള്ളച്ചമ്മന്തി, സാധാ തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ, അത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇവിടെ ഏട്ടൻ ഇഡ്ഡലി കഴിക്കത്തില്ല കേട്ടോ, ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആൾക്ക് വേണ്ടിയിട്ട് മാത്രം 2 ദോശ ചുട്ടെടുക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ. ഇഡ്ഡലിയുടെ മാവ് കൊണ്ട് തന്നെയാണ് ദോശ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ എന്തായാലും എല്ലാ ദിവസവും ഇങ്ങനെയാണ്. ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ദിവസം ദോശയും കൂടി ആൾക്ക് ഉണ്ടാക്കും. അതിനി എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. ഓക്കെ, അതെന്തെങ്കിലും ആട്ടെ. അപ്പോൾ നമുക്ക് കാപ്പിയൊക്കെ റെഡിയായി. കട്ടൻ ചായയാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങൾ കഴിക്കുന്നുണ്ട്. കഴിച്ചുകൊണ്ട് TV വെച്ചേക്കണയാണ് കേട്ടോ. എന്തോ ദൃശ്യമായിരുന്നു തോന്നുന്നു പടം. ഓക്കെ, അത് നമ്മൾ കണ്ടു. പിന്നെ കാപ്പി കുടി കഴിഞ്ഞിട്ട് ഏട്ടൻ പോയി. പിന്നെ ചോറ് വെക്കാനുള്ളതിലേക്ക് കടന്നു കേട്ടോ. വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് തിളച്ചു. ഇതേ അരി നമ്മൾ എടുത്തിട്ടു. പിന്നെ രാവിലെ എന്നാൽ കുളിക്കാമെന്ന് കരുതിയിട്ട് വെള്ളം കുറച്ച് വെക്കുന്നതാണ് കേട്ടോ, ചൂടാക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. കുറച്ചധികം ദിവസമായിട്ട് ഇങ്ങനെ അടുപ്പിച്ച് മഴയുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട്. അപ്പം കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അടുപ്പ് കത്തിക്കണ രംഗമാണ് കേട്ടോ. കുറച്ച് പാടാണ്, നമ്മളങ്ങനെ കത്തിക്കാറില്ലായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു. കുറച്ച് ഉപ്പ് തീരാറായിരുന്നു. അത് മാത്രമല്ല, ഉള്ള ഉപ്പ് കുറച്ച് വെള്ളം തട്ടി ഇങ്ങനെ നിൽക്കുമായിരുന്നു, എപ്പോഴും ഇങ്ങനെ ഈർപ്പം പോലെ നിൽക്കുമായിരുന്നു. അപ്പോൾ അത് ഞാൻ വേറൊരു ചില്ല് കുപ്പിയിലോട്ട് മാറ്റിയിട്ട് ഒരു വീഡിയോയിൽ കണ്ടതാണ് കേട്ടോ. ഒരു ചിരട്ടയുടെ പീസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് ആ വെള്ളമൊക്കെ വലിച്ചെടുത്ത് നല്ല എപ്പോഴും ഉപ്പ് നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതങ്ങനെ ചെയ്യുന്നുണ്ട്. റിസൾട്ട് ഉണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. ഓക്കെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഉള്ളിക്കൊട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം കുറച്ച് ഉള്ളി തീർന്നായിരുന്നു, അത് പുതിയത് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ ആ ഒരു തൊലിയൊക്കെ അങ്ങ് കളഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് വെക്കാമെന്ന് വിചാരിക്കണം. പേപ്പർ വെച്ചിട്ട് വെക്കുകയാണെങ്കിൽ അധികം അങ്ങനെ കേടാവാതെ ഇരുന്നുള്ളൂല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് റെഡിയാക്കുന്നതാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ കുറച്ച് പച്ചക്കറിയും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് നമുക്ക് സോർട്ട് ചെയ്യണം. എല്ലാം തന്നെ ഒന്ന് കേടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുവാണെങ്കിൽ നല്ലതാണല്ലോ. ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചധികം ദിവസം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങനെ നാശമായി പോവും. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വെളുത്തുള്ളിയും സവോള എല്ലാം റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് നമുക്ക് പച്ചക്കറി കുറച്ചാണ് കേട്ടോ വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം വാങ്ങിച്ചതിൽ കുറച്ച് അധികം തന്നെ മുളകുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസം കറി വയ്ക്കാനുള്ളത് മാറ്റി മാറ്റി ഓരോന്നായിട്ട് തിരിച്ചു വെക്കുന്നതാണ്. പിന്നെ മുളകാണെങ്കിലും കുറച്ച് അധികം ഉള്ളതുകൊണ്ട് തന്നെ അത് ആദ്യം തന്നെ കഴുകി അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഡ്രൈ ആക്കി ഒരു പാത്രത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം നാൾ കേടാവാതിരിക്കും. ഞെട്ടാണല്ലോ പെട്ടെന്ന് ചീത്തയാവുന്നത്. അപ്പോൾ അതങ്ങോട്ട് കളഞ്ഞിട്ട് കഴുകിയിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കുക കേട്ടോ. ഒരു ഉണങ്ങിയ തുണിയിലൊന്ന് തുടച്ചിട്ട് ഒരു ഡപ്പയിലിട്ട് അടച്ചു വയ്ക്കുവാണെങ്കിൽ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ ഞാനും എപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ പയറുണ്ട്, അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അന്നേരം കറി വെക്കാനുള്ള കുറച്ച് പച്ചക്കറി എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമില്ല, കുറച്ച് കോവയ്ക്ക് മാത്രമാണ് എടുത്ത് മാറ്റി വെക്കുന്നത്. അത് തോരൻ വെക്കാമെന്നാണ് കേട്ടോ കരുതുന്നത്. പിന്നെ വേറെ എന്തോ ചാറുകറിയും കൂടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടുമാണ് ഇന്നത്തെ പ്ലാനിങ്. അപ്പം മുളക് ഞാൻ കേടായതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയുള്ളതും കൂടെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ പാത്രത്തിൽ ഓരോന്നാക്കി എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അതിനുശേഷം കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഇന്ന് കോവയ്ക്ക തോരനാണ് കേട്ടോ. അപ്പോൾ അതിന് അരിയുന്നുണ്ട്. നല്ല കോവയ്ക്കായിരുന്നു കേട്ടോ, നല്ല പിഞ്ച് കോവയ്ക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി എടുത്ത് ഫ്രിഡ്ജിലും വെച്ചിട്ടുണ്ട് കേട്ടോ. 2 പേർക്കുള്ളത് കുറച്ച് മതിയല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ ഒരു നേരത്തേക്കൊക്കെ ഉള്ളതാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതിനുശേഷം ബാക്കി പണികളൊക്കെ അത് നടക്കുന്നുണ്ട് കേട്ടോ. കറി അതുപോലെ തന്നെ ചോറ് റെഡി ആവുന്നുണ്ട്. അത് റൈസ് കുക്കറിൽ ഇറക്കി വെക്കണം. അപ്പോൾ ഏകദേശം കറിയും ചോറൊക്കെ റെഡി ആയി കഴിഞ്ഞിട്ട് കുളിക്കാമെന്ന് വിചാരിക്കണം. അപ്പം സ്കിൻ കെയറും ഹെയർ കെയറും ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കണം കേട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്ലാക്സ് സീഡ് ജെല്ല്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അടിപൊളി റിസൾട്ടാണ് ഈ ഒരു ജെല്ലിന്. ഞാനത് ഉണ്ടാക്കി കുപ്പിയിലത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരാഴ്ചത്തേക്കുള്ളത് നമുക്ക് യൂസ് ചെയ്യാമല്ലോ. നല്ല അടിപൊളിയായിട്ട് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര നല്ലതാണ് കേട്ടോ. കറുത്ത പാടുകളൊക്കെ മാറും. അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് മാറിയിട്ട് സ്കിന്ന് നന്നായിട്ട് ഗ്ലോ ആവാനും സോഫ്റ്റ് ആവാനൊക്കെ നല്ലതാണ്. അപ്പോൾ അത് ഞാൻ ഇനി അത് തീരുന്നവരെ അത് എല്ലാ ദിവസവും നമുക്ക് യൂസ് ചെയ്യാമല്ലോ. അത് കുറച്ച് ഫേസിലൊന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഓയിൽ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെയും ഓൾറെഡി ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ഒവേമർ ഓർഗാനിക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ ഒരു ഹെയർ ഓയിലാണ് കേട്ടോ. ഇതും നല്ല ഹെയർ ഓയിലാണ്. എനിക്ക് അത്യാവശ്യം മുടി കൊഴിച്ചിലൊക്കെ ചെറുതായിട്ടൊന്ന് മാറുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു 2 ദിവസം മാത്രമാണ് കേട്ടോ ഞാനിത് വെക്കുന്നത്. വെച്ച് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തതിന് ശേഷം ഇവരുടെ തന്നെ ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ട് കഴുകി കളയുന്നുമുണ്ട് കേട്ടോ. നല്ലതാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത് നല്ലതായിരിക്കും. അതിനുശേഷം ചോറ് കഴിക്കുകയാണ് കേട്ടോ. തോരനുണ്ട്, പിന്നെ അച്ചാറ്, പിന്നെ മീൻ വറുത്തത്, ഇത് കൂട്ടിയിട്ട് ചോറുണ്ട്. പിന്നെ ഫുള്ള് മഴയായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കും ഒക്കെ നല്ല രീതിയിൽ മഴയുണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം വെറുതെ ഇരുന്ന് ഫോണൊക്കെ നോക്കി. പിന്നെ വീഡിയോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം കിടന്നതിന് ശേഷം എഴുന്നേറ്റതാണ് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആയി. അപ്പോൾ ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കിയത് ചെറുതായിട്ടൊന്ന് മഴ കുറഞ്ഞു കേട്ടോ. അതുവരെ നല്ല രീതിയിൽ മഴയായിരുന്നു. എന്നിട്ട് മഴയൊക്കെ കുറഞ്ഞപ്പോൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി. ഒന്ന് കിണറിൽ അത്യാവശ്യം വെള്ളം നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ഒന്നത് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മെത്തി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ആഴമുള്ള കിണറാണ്. അത് ഇത്രയും ദിവസമായേ ഉള്ളൂ. അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ അത് മെത്തി നിറഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ദിവസമായും വെളിയിലോട്ടൊക്കെ ഇറങ്ങിയിട്ട് ചെടികളൊക്കെ പോയോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. എൻ്റെ അലോവേര നട്ടതാണ് കേട്ടോ ഇത്. അപ്പോൾ അത് കുഴപ്പമില്ല, നാശമായിട്ടില്ല. എന്നാലും അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. ഇനി വിളക്ക് കത്തിക്കുക ആസ് യൂഷ്വൽ. അതുപോലെ തന്നെ നൈറ്റിലെ ഫുഡും ഉച്ചയ്ക്കത്തെ ഫുഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.